അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഇതാണ് കല്ലേമുട്ടി എന്ന് പറയും, അതായത് ചെമ്പല്ലി. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിന് നമ്മൾ ഫ്രൈ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി ഒന്ന് എടുക്കണം. ഓക്കെ, പിന്നെ ഒന്നുകൂടെ ഉരച്ചെടുക്കണം ഇത് കേട്ടോ, എന്നാലേ ഇനി ഒന്നുകൂടെ വൃത്തിയാകത്തുള്ളൂ. ഇപ്പോൾ ഇത് മുകളിലെ ഇതിൻ്റെ ചേതമ്പലൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഈ ഒന്നുകൂടെ വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ എടുത്താലേ ടേസ്റ്റ് ഉള്ളല്ലേ കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ തൊലി, ചിലർ തൊലി ഇങ്ങനെ ഇത് ഫുള്ള് വലിച്ചു കളയും, ചിലർ ഇതിങ്ങനെ ചേതമ്പൽ കളഞ്ഞിട്ട് കല്ലയിട്ട് തേച്ചെടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചേതമ്പൽ കളഞ്ഞിട്ട് തേച്ചെടുക്കാനുള്ള പരിപാടിയാണ് കല്ലിലിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പം അത് വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഓക്കെ, നമ്മളിത് ഇനി തേച്ചെടുക്കാൻ പോണേ. ഇത് സാധാ വലുപ്പം ഇതിലും അധികമാണിത്, കാരണം നല്ല വലുപ്പമുണ്ട്. നമ്മൾ ഈ മൊബൈൽ ക്യാമറയിലായതുകൊണ്ടാണ് ഇതിൻ്റെ കറക്റ്റ് വലുപ്പം ചിലപ്പോൾ ഒരു പക്ഷേ അറിയാൻ പറ്റത്തില്ല. നല്ല വലുപ്പമുള്ള മീനാണിത്. നല്ല എന്നുവെച്ചാൽ എല്ലാം വലിയ മീനാണ് കണ്ടോ, വലിയ സൈസുള്ള ചെമ്പല്ലിയാണ്. ഇത്രയൊക്കെ ഇത് അപൂർവമാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ യൂട്യൂബ് ചാനലും കണ്ടിട്ടുണ്ട് ഇത്ര വലുത്, എന്നാലും ഇത് കുറവായിരിക്കും ഇത്രയും വലിപ്പമൊക്കെ. അതിന് മുന്നേ ആൾക്കാരൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇത് നമുക്ക് അച്ഛൻ ചൂണ്ടയിട്ട് കിട്ടിയാണ് അച്ഛന്. അപ്പോൾ നമുക്കിനി ഇത് ക്ലീൻ ചെയ്യാം. അങ്ങോട്ട് അപ്പോൾ അച്ഛന് കുറേ വരാൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വരാൽ കാണിച്ചു തരാം. ഇതൊക്കെ അച്ഛൻ കൊടുക്കാനിട്ടേക്കുന്നതാണ്. എല്ലാം നല്ല വലിയ വരാലാണ്. ഇതിൻ്റെ വെള്ളം ഒന്ന് കളയട്ടെ. വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിത് വെള്ളം മാറി ഒഴിക്കാൻ വേണ്ടിയാണ്. എല്ലാം നല്ല സൈസ് മീനാണ്. ജാറിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഓരോ വരാലിനെ ഇട്ട് കാണിച്ചു തരാം. കൂട്ടത്തിലെ വലിയവനല്ലേ അതിൽ ചെറുതാണ്. ഇത് ഏറ്റവും ചെറുത്. ഇതാണ് വലുത് അല്ലേ? ഇവനാണ് കൂട്ടത്തിൽ അത്യാവശ്യം വലുതെന്ന് പറയുന്നത്. വരാലൂട്ടി ആരെങ്കിലുമൊക്കെ എത്ര എണ്ണം ചാടിപ്പോയല്ലേ ചേട്ടാ. അതൊന്നും പോയിട്ട് ആ തോട്ടിൽ തന്നെ പോകും. പടച്ചു. ഇനി നമുക്ക് മീൻ തേക്കാം. അപ്പം നമുക്ക് കല്ലേമുട്ടി തേച്ചെടുക്കാം. കല്ലിട്ട് നമ്മൾ തേച്ചെടുക്കുകയാണ്. ഇത് ഇച്ചിരി വലിപ്പമുള്ള കല്ലുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ തല അങ്ങ് എടുക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് ഇത്ര ഭാഗം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യുക. ഓക്കെ, ഈ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞു നമ്മൾ. പിന്നെ ഇത്ര ഭാഗം നമ്മൾ
തലയാണ് ഉള്ളു. അപ്പോൾ ഇതങ്ങ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, നാക്കാണ് നാക്ക്. അപ്പോൾ ഇത് നമ്മൾ കളഞ്ഞു. ഇങ്ങോട്ട് കീറുക. ഇതിൻ്റെ അകത്തെ അഴുക്കെല്ലാം എടുത്ത് കളയണം. ഓക്കെ, നമ്മളെ കല്ലുകുട്ടി കുട്ടന്മാരെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു മുളകുപൊടി, മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇച്ചിരി മുളകുപൊടി ചേർത്ത് കൊടുക്കാം. ഈ ഗരം മസാലയാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയത്. അപ്പോൾ ഇത് ഇച്ചിരി ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്ത കാശ്മീരി ചില്ലിയാണ്, ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് അടുത്ത്, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ്, നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതിനകത്ത് നമുക്കിത് മിക്സ് ചെയ്യാം. ഓക്കെ, കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണമെന്ന് തോന്നുന്നല്ലേ. चलो जी, നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മീനിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നന്നായിട്ടുണ്ട് ചേരട്ടണം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യുക. ഇതിൻ്റെ അകത്തോട്ടൊക്കെ അങ്ങോട്ട് മസാല അങ്ങോട്ട് കയറ്റി അടിച്ചു കൊടുക്കണം. എന്നാലേ അതിൻ്റെ ഫ്ലേവറൊക്കെ അകത്തോട്ട് ചെല്ലണം. അതിൻ്റെ നമ്മുടെ മീൻ ഇവിടെ നല്ല സൂപ്പറായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വറക്കാനെടുക്കാം. ഓക്കെ, അടിപൊളിയായിട്ട് പുരട്ടിയിട്ടുണ്ട്. നമ്മുടെ കല്ലുമുട്ടി നമ്മൾ എല്ലാം മസാലയൊക്കെ ചേർത്ത് വെച്ച് എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് പാൻ അടുപ്പ് വെച്ച് നമുക്ക് തീ കത്തിക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പം ഒന്നുകൂടെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കമൻറ്റുകളൊക്കെ കുറവാണ്. ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. കാരണം എന്നാലേ നമുക്കൊരു അടുത്ത വീഡിയോ അല്ലെ നന്നായിട്ട് ചെയ്യാനൊക്കെ ഒരു എനർജി കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അയക്കണം. അപ്പം നമുക്ക് ഇനി അത് വറക്കാനുള്ള പരിപാടി നോക്കാം. ഓക്കെ.
അപ്പോൾ ചട്ടി ചൂടാക്കണം, നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ കരിമുട്ടി കുട്ടന്മാരെ ആദ്യം ഈ വലുത് തന്നെ ഇട്ടിട്ട് കൊടുക്കുക. വാ, അടിപൊളി. പിന്നെ അതിൻ്റെ ചെറുത് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്ത ഇട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഇത് ഒന്ന് ഈ അപ്പച്ചമ്പിൻ്റെ മൂടിയാണിത്, ഇതുകൊണ്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും ഇതിലെ ആവി കയറിയത് ഒന്നുകൂടെ വേകുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞൊന്ന് പൊക്കി തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് പൊക്കി നോക്കാം അങ്ങനെ ഉണ്ടെന്നാണ് നോക്കാം. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ ഒരു സൈഡ് വെന്ത്, നമുക്കിനി അപ്പുറ സൈഡ് നോക്കാം. വെന്തോന്ന് അറിയത്തില്ല, തിരിച്ചിട്ട് നോക്കാം. പൊളി എന്ന് പറഞ്ഞാൽ പൊളി ഏറ്റവുമായിട്ടുണ്ട്, രക്ഷയില്ല. നല്ല സ്മെല്ല് വരുന്നുണ്ട്, അടിപൊളി. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ ഒരു 10 മിനിറ്റ് കൂടെ വേവിക്കാം. ഓക്കെ, അപ്പോൾ ഫ്രൈ ആയിക്കിട്ടും. അടച്ച് വെച്ചാൽ അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് നോക്കാം. വാ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. നമ്മുടെ മീൻ വറുത്തത് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മൾ തിരിച്ചിട്ടായിരുന്നു, ഇനിയിപ്പം കണ്ടിട്ട് തന്നെ കൺട്രോൾ പോകുന്നു, അടിപൊളിയായിരുന്നു. ഇതിന് നോക്കാം എത്ര സൈഡൊക്കെ ഓക്കെ ആയിരുന്നു. സൂപ്പറായിട്ടുണ്ട്. മോനെ വേണ്ട സാധനം. ഒരു രക്ഷയില്ല, നല്ല സ്മെല്ലാണ് ഇവിടുന്ന്, അടിപൊളി. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലോട്ട് എടുക്കാം, ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പണ്ടൊക്കെ ഇതുപോലെ മീൻ വറുത്തിട്ട് നമ്മൾ ഈ ചട്ടിയിലൊക്കെ ഇട്ട് പുരട്ടി തിന്നുമായിരുന്നു. ഇപ്പോൾ ഒന്നും അങ്ങനെ കഴിക്കാറില്ല. ഇതൊക്കെ നമ്മൾ ഈ ചോറൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് വെതറിയിട്ടിട്ട് ഒരു പിടി ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ഇപ്പോൾ ഈ എണ്ണയൊക്കെ അമിതമായി നമ്മൾ അല്ലാതെ തന്നെ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കല്ലുമുട്ടി ഉള്ള സെറ്റപ്പായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ആളാണ്, ചെറുതായിട്ട് കാണേ. അപ്പോൾ ടെസ്റ്റർ കാണുമ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അയ്യോ, ടെസ്റ്റ് ചെയ്യാം. മീനെടുത്ത് അതുകൊണ്ട് അടിപൊളി. പക്ഷേ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, ബാക്കിയെല്ലാം കറക്റ്റാണ്. നമുക്ക് എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കട്ടെ. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പം സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക. അപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ അതും ആരും മറക്കല്ലേ. അപ്പോൾ ഞങ്ങളെ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.